ലോകത്തിൽ എഴുതി വെച്ച് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ബുക്ക് അബൌട്ട് വാർ സ്ട്രാറ്റജി, ലീഡർഷിപ്പ്, സൈക്കോളജി ഓഫ് വാർ എന്നറിയാം. 2500 വർഷങ്ങൾക്ക് മുൻപ് ഏൻഷ്യൻ ചൈനയിൽ ഒരു മിലിറ്ററി ജനറലും വാർ സ്ട്രാറ്റജിസ്റ്റും ഫിലോസഫറുമായ സുങ്സു എഴുതിയ ദി ആർട്ട് ഓഫ് വാർഫെയർ. ദി ആർട്ട് ഓഫ് വാർഫെയർ എന്ന ബുക്കിനെ കൊച്ചിയിലുള്ള എക്സ് ഗ്യാങ്സ്റ്റർ റിവെഞ്ച് സ്റ്റോറിയുമായി കണക്ട് ചെയ്ത് ഈ അടുത്തിടെ റിലീസ് ചെയ്ത പ്രശാന്തിന്റെ ആന്റി വാർ മൂവിയാണ് സംഘർഷഘടന ദി ആർട്ട് ഓഫ് വാർഫെയർ. കൃഷാന്തിന്റെ വർക്ക്സ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നത് അദ്ദേഹത്തിന്റെ യൂണിക് സ്റ്റൈൽ ഓഫ് ഫിലിം റൈറ്റിംഗ്. അത് സംഘർഷണയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു യൂഷ്വൽ ഗ്യാങ്സ്റ്റർ റിവെഞ്ച് സ്റ്റോറിയെ ദി ആർട്ട് ഓഫ് വാർഫെയർ എന്ന ബുക്കിലെ 13 സ്ട്രാറ്റജീസുമായി കണക്ട് ചെയ്ത് അത് വളരെ യൂണിക്കായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്തു. സിനിമയുടെ ക്രൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ എഴുതി സംവിധാനം ചെയ്ത് കൃഷാന്ത് തന്നെയാണ് ഇതിന്റെ എഡിറ്ററും. സിനിമാറ്റോഗ്രഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രയാഗ് മുകുന്ദാണ്. സൗണ്ട് ഡിസൈൻ ആൻഡ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് രാജേഷ് നറൂർ. സിനിമയുടെ പെർഫോമൻസുകളിലേക്ക് വന്നു കഴിയുമ്പോൾ സനൂപ് പടവേടിന്റെയും വിഷ്ണു അഗസ്ത്യയുടെയും റോളുകൾ വളരെ നന്നായിരുന്നു. പിന്നെ കൃഷാന്ത് മൂവീസിലെ സ്ഥിരം സാന്നിധ്യമായ ഷിൻഷാസും രാഹുൽ രാജഗോപാലും അവരും ഉണ്ടായിരുന്നു. അവരുടെ പെർഫോമൻസുകളും വളരെ നന്നായിരുന്നു. എല്ലാവരുടെയും പെർഫോമൻസ് ഓൺ പോയിന്റ് ആണ്. അവരുടെ റോൾസ് എല്ലാം വളരെ ബാലൻസ്ഡ് ആയി തന്നെ മുന്നോട്ട് പോയി. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് സിനിമയുടെ ഹ്യൂമർ. എല്ലാ ജോക്സും ഭയങ്കര സട്ടിലും പിന്നെ സർക്കാസ്റ്റിക് വേയിലും എല്ലാം വളരെ നന്നായിരുന്നു. പേഴ്സണലി എനിക്ക് ഈ മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വളരെ എൻഗേജ്ഡ് ആയിട്ട് തന്നെ സിനിമ കണ്ടത്. വലിയ ലാഗും കാര്യങ്ങളൊന്നുമില്ല, വളരെ നന്നായി തന്നെ കഥ പറഞ്ഞു പോകുന്നുണ്ട്. സംവിധായകനായ കൃഷാന്ത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഈ സിനിമയിലൂടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താണോ വാറിനെ പറ്റി പറയാനുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതിഷേധം അത് ഈ സിനിമയെ വളരെ നന്നായി പ്രതിപാദിച്ചിട്ടുണ്ട്. സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത് 1.25 മണിക്കൂറാണ്. സിനിമ സ്ട്രീം ചെയ്തിരിക്കുന്നത് സൺനെക്സ്റ്റിലൂടെയാണ്. കൃഷാന്തിന്റെ മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ മൂവി കാണേണ്ടതാണ്. ഇത് വളരെ സെലക്റ്റീവായ തിയേറ്റേഴ്സ് മാത്രമേ റിലീസ് ചെയ്തിരുന്നുകൊണ്ട് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയില്ല. ഇപ്പോൾ ഓൺലൈൻ സ്ട്രീമിംഗ് ആണ്. തീർച്ചയായും കാണുക. ഈ മൂവി കണ്ടവരാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻസിൽ വന്ന് പറയും. കാണാത്തവർ തീർച്ചയായും കാണുക. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.